നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം. നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം. ഉത്തരം സൈലന്റ് വാലി. ഉത്തരം സൈലന്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ ദേശീയോദ്യാനം ഏത്? വരയാടുകളാണ്. ഉത്തരം ഇരവികുളം. ഉത്തരം ഇരവികുളം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഉത്തരം തട്ടേക്കാട്. ഉത്തരം തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. ഉത്തരം സൈലന്റ് വാലി. തമിഴ്നാട്ടിലൂടെ മാത്രം സാധാരണക്കാർക്ക് റോഡ് മാർഗം എത്തിച്ചേരാൻ കഴിയുന്ന വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. ഉത്തരം പറമ്പിക്കുളം. ബഫർ സോണിന്റെ വിസ്തൃതി കൂടി കണക്കാക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. ഉത്തരം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? ഉത്തരം ഇരവികുളം. ഉത്തരം ഇരവികുളം. വന്യജീവി സംരക്ഷണ കേന്ദ്രവും ദേശീയോദ്യാനവും പ്രഖ്യാപിക്കപ്പെടുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം 1972 വന്യജീവി സംരക്ഷണ നിയമം. വന്യജീവി വാരാഘോഷമായി ആചരിക്കപ്പെടുന്നത് വന്യജീവി വാരാഘോഷമായി ആചരിക്കപ്പെടുന്നത് ഉത്തരം ഒക്ടോബർ 2 മുതൽ 8 വരെ. ഒക്ടോബർ 2 മുതൽ 8 വരെ. ലോക വന്യജീവി ദിനം എന്ന്? ലോക വന്യജീവി ദിനം എന്ന്? ഉത്തരം മാർച്ച് 3. ഉത്തരം മാർച്ച് 3. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏത്? ഉത്തരം പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം ഏത്? കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. ഉത്തരം പറമ്പിക്കുളം. കേരളത്തിൽ എത്ര ടൈഗർ റിസർവുകളുണ്ട്? കേരളത്തിൽ എത്ര ടൈഗർ റിസർവുകളുണ്ട്? ഉത്തരം 2. ഉത്തരം 2. ഇന്ത്യയിലെ എത്രാമത് കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം? ഇന്ത്യയിലെ എത്രാമത് കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം? ഉത്തരം 38. ഉത്തരം 38. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടാൻ കാരണം? ഉത്തരം വെടിപ്ലാവുകൾ ഉള്ളതിനാൽ. വെടിപ്ലാവുകൾ ഉള്ളതിനാൽ. ഇലയായും പൂവായും കായായും വർഷം മുഴുവൻ സിംഹവാലൻ കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്ത്? ഉത്തരം കുള്ളനിയ എക്സാറിലേറ്റ. കേരളത്തിലെ എലഫന്റ് റിസർവുകൾ എത്ര? കേരളത്തിലെ എലഫന്റ് റിസർവുകൾ എത്ര? ഉത്തരം 4. വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ വന്യജീവി സങ്കേതം? കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ വന്യജീവി സങ്കേതം ഉത്തരം കൊട്ടിയൂർ. ഉത്തരം കൊട്ടിയൂർ. കന്നിമാര തേക്ക് കാണപ്പെടുന്ന വന്യജീവി സങ്കേതം? കന്നിമാര തേക്ക് കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. ഉത്തരം പറമ്പിക്കുളം. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. ഉത്തരം സൈലന്റ് വാലി. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത്? കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ശെന്തുരുണി. ഉത്തരം ശെന്തുരുണി. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ഉത്തരം നെയ്യാർ. ഉത്തരം നെയ്യാർ. വനത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ജീവികളെ പുനരധിവസിപ്പിക്കുന്നതിന് കോടനാടിനടുത്ത് കപ്രിക്കാട് സ്ഥാപിച്ചിട്ടുള്ള പദ്ധതി? ഉത്തരം അഭയാരണ്യം. ഉത്തരം അഭയാരണ്യം.
തിരുവനന്തപുരം ജില്ലയിലെ വനം വകുപ്പിന്റെ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കോട്ടൂർ കാപ്പുകാട്. കോട്ടൂർ കാപ്പുകാട്. മുത്തങ്ങ എന്ന പേരിലും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമേത്? മുത്തങ്ങ എന്ന പേരിലും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമേത്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏത്? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സാങ്ച്വറി ഏത്? ഉത്തരം കുറിഞ്ഞിമല സാങ്ച്വറി. ഉത്തരം കുറിഞ്ഞിമല സാങ്ച്വറി. ശെന്തുരുണിയ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം. ശെന്തുരുണിയ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം. ഉത്തരം തെന്മല. ഉത്തരം തെന്മല.